ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, കാത്തിരിപ്പുകളുടെ അവസാനത്തിലേക്ക് നാം ഏവരും എത്തിയിരിക്കുകയാണ്. ആ കാത്തിരിപ്പുകൾ അവസാനിക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ തികവിലാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് നാം ഏവരും യാത്രയാകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിക്ക് പ്രഥമ സ്ഥാനം നൽകുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം അബ്രാഹാം മുതൽ ക്രിസ്തുവോളവും, വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിസ്തായുടെ സുവിശേഷം 3-ാം അധ്യായം ക്രിസ്തുവിൽ തുടങ്ങി ആദാമിൽ കൂടെ ദൈവത്തിങ്കിലേക്ക് എത്തുന്ന വംശാവലിയുടെ പാരമ്പര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എൽദോ പെരുന്നാൾ മുമ്പുള്ള ഞായറാഴ്ച വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം നാം വായിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വംശാവലി ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുമുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ വംശാവലി നാം പരിശോധിക്കുമ്പോൾ ഒരു കണ്ണാടിയുടെ പ്രതിബിംബം കണക്കിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ സ്വത്വവും ദൗത്യവുമാകുന്ന ആ പ്രതിബിംബിക്കുന്ന ഒരു കണ്ണാടിയായിട്ട് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ഈ വംശാവലിയെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദന്മാർ യെരുശലേം ദേവാലയത്തിൽ തങ്ങളുടെ കുട്ടികളെ സമർപ്പിക്കുമ്പോൾ റെക്കോർഡുകളിൽ പേര് ചേർക്കുവാൻ ഈ വംശാവലി പരിശോധിക്കാറുണ്ടായിരുന്നു. വംശാവലി അന്വേഷിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് സ്ഥാനഭ്രഷ്ടം നൽകുന്ന പുരോഹിതന്മാരെ കുറിച്ച് നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 64-ാം വാക്യം. ക്രിസ്തുവിനെ തച്ചൻ്റെ മകനായി മാത്രം കാണപ്പെടുവാൻ കാത്തിരുന്നവർ, അത്തരമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. യേശുവിൻ്റെ നിയോഗം എപ്രകാരമായിരിക്കണമെന്ന് ഈ വംശാവലി നമ്മളെ സാക്ഷിച്ചു നൽകുന്നുണ്ട്. യേശു ഒരു ഐതിഹ്യ പുരുഷനല്ല. ചരിത്രത്തിൽ ഉടനീളം അത് വരും തലമുറയ്ക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഈ വംശാവലി ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിലെ ഈരടികൾ ഇപ്രകാരമാണ്: ഊരുണ്ടെങ്കിൽ പേരുണ്ട്, പേരുണ്ടെങ്കിൽ വേരുമുണ്ട്. യേശുവിന് ഊരുണ്ട്. ബേദലഹേം, നസറേത്ത്, ജെറുസലേം എന്നിവ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഊരുകളാണ്. ചരിത്രത്തിൻ്റെ കുത്തൊഴുക്കിൽ ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. ഊരുള്ളവൻ്റെ പേരാണ് യേശു. പേരുള്ളവന് വേരുമുണ്ട്, അഥവാ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണ് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ വംശാവലിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വംശാവലി നമുക്ക് വെളിവായി തരുന്ന ഏക സന്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ലോകരക്ഷകനാകുന്നു എന്നുള്ളതാണ്. സകല മാനവരെയും ഒരുപോലെ കാണുകയും എല്ലാവരെയും വീണ്ടെടുക്കുവാൻ സാധിക്കുന്ന ഒരു വംശാവലി നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും. യേശു കാലങ്ങൾക്ക് മുമ്പ് മാതാവില്ലാതെ പിതാവിൽ നിന്ന് ജനിച്ചവനും കാലസമ്പൂർണതയിൽ പിതാവില്ലാതെ മാതാവിൽ നിന്ന് ജനിച്ചവനുമാണ്. അത്തരത്തിൽ യേശു ദൈവപുത്രനും ആദാമിൻ്റെ മകനും ആകയാൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഒരു പൂർണ്ണ ദൈവവും മനുഷ്യനും ആയവന് മാത്രമേ സാത്താനിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. ഈ വംശാവലിയിലേക്ക് 3 തലമുറകളായി നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. അബ്രാഹാം മുതൽ ദാവീദ് വരെയുള്ള 14 തലമുറകളെ മഹത്വത്തിൻ്റെ സൂചനയായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം എത്തുമ്പോൾ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കാതെ പോകുന്ന മനുഷ്യരുടെ പതനത്തിലേക്കാണ് അവ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ
ബാബേൽ പ്രവാസത്തിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള ആ തലമുറ എന്ന് പറയുന്നത് ലോകരക്ഷകന്റെ വീണ്ടെടുപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാ മാനവകുലത്തെയും ഒരുപോലെ ഏകോപിപ്പിച്ചുകൊണ്ട് ക്രിസ്തു ഏവരെയും വീണ്ടെടുക്കുന്ന ഒരു വംശാവലി നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഇപ്രകാരം പാടുന്നുണ്ട്: ത്രിയേക ദൈവം ഏവർക്കും ദൈവം, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എന്ന്. തിരുമേനി പാടിയത് ക്രിസ്തുവിൻ്റെ സാർവത്രികമായവയെ ചൂണ്ടിക്കാണിക്കുവാനാണ്. പ്രിയമുള്ളവരെ, സർവജനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നാം കടന്നെത്തുമ്പോൾ ഏവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മഹാസന്തോഷ സുദിനമായി ഈ ജന്മപ്പെരുന്നാൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.